ഇന്ന് 24/2/2026. ഞാൻ നിൽക്കുന്നത് ഇപ്പോൾ തുമ്പയിലാണ് കേട്ടോ. ഇവിടെ നവാസക്കായനിയും വന്നിട്ടേ വല വിട്ടിട്ടുണ്ട് കേട്ടോ. വല വിട്ട് വലിച്ചുകൊണ്ടിരിക്കുന്നു. സംഭവം വെച്ച് കഴിഞ്ഞാൽ നല്ല ഒഴുക്ക് കേട്ടോ. നല്ല രീതിയിൽ നല്ല ഒഴുക്കുണ്ട് കേട്ടോ. തെക്കോട്ട് നല്ല ഒഴുക്കിടണതിനെ കൊണ്ട് വല എടുത്ത് അങ്ങോട്ട് കൊണ്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നു. അടച്ചനുഭവിച്ച് എന്തെങ്കിലും മീനുണ്ടാകും നോക്കാം നമുക്ക്. ബ്രാഹ്മണപ്പാര ഒരാളാ ജോലി കൊണ്ട കൊണ്ട അക്കിമാക ആടി ആടി വരും ആടി ആടി ഭയങ്കര മടിയായിരുന്നു.
കണ്ണമ്പ ഉരുളുവാര് നമ്മളെ ഒരു വല വിട്ട് കഴിഞ്ഞാലേ ആ വല പരത്തി ഉണക്കണം. ഇതാണ്ട എന്തുമാത്രം ജോലി ചെയ്യുന്നുണ്ടെന്നാ അവര്. നല്ല രീതിയിലുള്ള കഷ്ടപ്പാടാണ് കേട്ടാ. ഈ വല എല്ലാം ഇനി ഉണക്കിയിട്ട് ആ വല തിരിച്ചു കയറ്റിയാലാണ് നാളെ ഈ വല വിടാൻ പറ്റുന്നത്. നല്ല കഷ്ടപ്പാടാണ്. രാവിലെ വന്ന 25 പേരും കൂടെ ആ വലയും വള്ളമായിട്ട് കടലിൽ ഇറക്കി വിടണം. പിന്നെ വല വിട്ട് വരണം. വല വിട്ട് ആ വല എല്ലാം വലിച്ച് കരയിൽ കയറ്റി അത് ഉണക്കി വീണ്ടും തിരിച്ച് ആ വള്ളത്തിൽ കയറ്റുന്നവരെ ജോലിയാണ്. ഏകദേശം ഒരു വല വിടണമെങ്കിൽ അവർ 4 മണിക്കൂർ ജോലി ചെയ്യണം അതിനകത്ത്. ആ 4 മണിക്കൂർ കഠിനാധ്വാനം ചെയ്താലാണ് അതിനകത്ത് എന്തെങ്കിലും മീൻ കിടക്കുന്നത്. ഇതാണ് അവസ്ഥ. ഇന്നും കിട്ടിയത് കുറച്ച് മീൻ എന്തെങ്കിലും ഉണ്ടായിരുന്നു. ഒരു കുട്ട മീനകത്ത് വരും, ബ്രാഹ്മണപ്പാര, അതേ ഉള്ളൂ. നല്ല ഒഴുക്കുന്നതിനെ കൊണ്ടേ ഒരുപാട് കഷ്ടപ്പെട്ടു കേട്ടാ. അങ്ങ് തുമ്പയിൽ വിട്ടത് ഏകദേശം പള്ളിത്തുറ അടുപ്പിച്ച് വന്നു വല. കാരണം നല്ല ഒഴുക്കിക്കുന്നു. ഒഴുകിക്കുന്നതിനെ കൊണ്ടേ നല്ല രീതിയിൽ കഷ്ടപ്പാടായിരുന്നു. വല കയറി കേട്ടോ. വല കയറിയപ്പോഴത്തേക്കും ഒരു കുട്ടയ്ക്കകത്ത് വരും ബ്രാഹ്മണപ്പാര. അത് മാത്രമേ ഉള്ളൂ, അല്ല വേറെ മീനൊന്നുമില്ല. പിന്നെ ഇപ്പോൾ അവർ മീനാണെങ്കിൽ ഇപ്പോൾ ഒരു കച്ചവടക്കാർക്ക് കൊടുത്ത്, എന്ത് വിലയെന്ന് അറിയത്തില്ല. പിന്നെ അവരിപ്പോൾ അതിൻ്റെ വലയൊക്കെ അടുത്ത് ഉണക്കുന്നു. ഉണക്കിയിട്ട് അടുത്ത മീൻ കാണുന്നെങ്കിൽ വല വിടും, അല്ലെങ്കിൽ അവർ നാളത്തേക്ക് ആക്കും. ഇത് തന്നെ കടപ്പുറത്തെ അവസ്ഥ. എല്ലാവർക്കും നല്ല ബുദ്ധിമുട്ട് തന്നെയാണ്. കാരണം എല്ലാവരും ബുദ്ധിമുട്ട് തന്നെ. അല്ല എല്ലാവർക്കും നോമ്പൊക്കെ അല്ലേ, 100 രൂപ കാശ് കിട്ടാത്തതിൻ്റെ വിഷമം എല്ലാവർക്കും ഉണ്ട്. എന്തായാലും നോക്കാം. ഇതാണ് ഇന്നത്തെ തുമ്പല വിശേഷം.